ആമേ ഈ കോടി ജനങ്ങൾക്കും കർത്താവ് നൽകിയ ഒരേ ഒരു വാഗ്ദത്തമുള്ളൂ. ആമേ മറ്റതെല്ലാം പേഴ്സണലാണ്. പക്ഷെ ഈ വാഗ്ദത്തം മാത്രമാണ്. ആമേ പിതാവിന്റെ വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തരുന്നു. സെയിം വാഗ്ദത്തം, സെയിം സ്റ്റോറി, സെയിം അനുഭവം, സെയിം ദൂത്. ഇതിന് ഒരു വ്യത്യാസമില്ല. എല്ലാവർക്കും, പഴയ നിയമത്തിലെ യഹൂദന്മാർക്കും ഗ്രീക്കുകാർക്കും എബ്രായർക്കും സകല മാനവരാശിക്കും കൂടെ നൽകുന്ന ഒരേ പ്രത്യേക വാഗ്ദത്തമാണ് യേശു പറഞ്ഞ വാഗ്ദത്തം. ആ വാഗ്ദത്തം എന്താണെന്നറിയാം? ആമേ എല്ലാവർക്കും കൂടെ യേശു ഒരു വാഗ്ദത്തം നൽകുന്നുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. മനസ്സിലാവുന്നത്? പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കും. ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോ എല്ലാ വാഗ്ദത്തങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാഗ്ദത്തം എന്താണെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കണമെന്നാണ്. നിന്നെ കരുതുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് ആലോചന വന്നു തരുന്ന, നിന്നെ വഴി നടത്തുന്ന, ഹല്ലേലൂയ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന, പ്രാർത്ഥിക്കാതെ പാടില്ലാത്ത നിനക്ക് പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്ന, നിന്റെ ബലഹീനതകൾ പുനർനിൽക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ ഏത് സമയത്തും സദാസമയത്തും നിന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇതാണ് യേശു എന്ന പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തം. ഇതിനെ നീ പ്രാപിച്ചിട്ട് വേണം നിന്ന് പോകാൻ. യേശു നമ്മോട് ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ല, അത് മാറത്തില്ല. അവൻ ഞാൻ നിങ്ങളുടെ മേൽ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞാൽ അത് അതുപോലെ അയക്കും. ആ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ അവൻ നാം ഓരോരുത്തരും പ്രാപിക്കുക, അനുഭവിക്കുകയും ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. ആ വാഗ്ദത്തം ഏത്? പിതാവിന്റെ വാഗ്ദത്തം വന്നത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. ഈ ആത്മാവിനെ പ്രാപിച്ച ആ അനുഭവമുള്ള ഞങ്ങളെ പറയുന്ന പേരാണ്